യേശുവിൻ്റെ തിരുവചനങ്ങൾ അവളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിത്തറയായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ദൈവസന്നിധിയിൽ ഒരു ശിശുവായി അവൾ തന്നെ കാണുകയും എപ്പോഴും അപ്രകാരമായിരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. തിരുസഭയുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന് ദൈവത്തെ സ്നേഹിക്കുകയായിരുന്നു കൊച്ചുത്രേസ്യയുടെ അഭിലാഷം. അതിന് അവൾ ഒരു പേര് നൽകി, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി. എൻ്റെ കുറുക്കുവഴി ആധ്യാത്മിക ജീവിതത്തിൻ്റേതാണ്. അത് സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും മാർഗമാണ്. കവിഹൃദയത്തിൻ്റെ ഭാഷയിൽ കല്ലില്ല, മുള്ളില്ല, കടുപ്പമില്ല, കുണ്ടില്ല, കുഴിയില്ല, കുഴപ്പമില്ല. സ്വർഗത്തിലെത്താൻ അവളിട്ട മാർഗം സുഗമ്യവും രമ്യമായ രസിപ്പും. ചെറുഷ്പഹാരം. കൊച്ചുത്രേസ്യയുടെ പ്രബോധനം ആധ്യാത്മിക ശിശുത്വത്തിൻ്റേതാണ്. ആധ്യാത്മികതയെക്കുറിച്ച് കൊച്ചുത്രേസ്യയ്ക്ക് ഒരു പ്രത്യേക ദർശനമുണ്ടായിരുന്നു. ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിരുന്ന ആധ്യാത്മിക പ്രകാശവും ബോധ്യങ്ങളും കർമ്മൽ മഠത്തിലെ നവസന്യാസിമാകളുമായും സ്വസഹോദരികളുമായും തെരേസ പങ്കുവച്ചിരിക്കുമായിരുന്നു. അനുദിന ജീവിതത്തിൽ ഒരു വ്യക്തി ചെയ്യുന്ന സ്നേഹപ്രവൃത്തികളും സുഹൃതങ്ങളും സുരഭില കുസുമങ്ങളാണെന്ന ഓണം ഈശോയുടെ പാദത്തിങ്കൽ വിതറുക. കുഞ്ഞുങ്ങളുടെ ഇത്തരത്തിലുള്ള കുഞ്ഞു പൂക്കളാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ചുരുക്കത്തിൽ ആധ്യാത്മിക ശിശുത്വം എന്നത് ചെറുതായിരിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു. നിഷ്കളങ്ക സ്നേഹത്തോടെ ഹൃദയ നൈർമല്യം തേടി ദൈവത്തെ നിരന്തരമായി അന്വേഷിക്കുന്ന മാർഗമാണിത്. ആധ്യാത്മിക ശിശുത്വം എന്ന കൊച്ചുത്രേസ്യയുടെ കുറുക്കുവഴി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.